എന്നാലും ഇവൻ ഈ കോപ്പിലെ പേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. പേരിട്ടതെന്റെ അച്ഛൻ. വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാണപ്പന്റെ പേരിന് എന്താ ഒരു കുഴപ്പം? ഞാണപ്പനല്ല, നാണപ്പൻ. നാണപ്പൻ നായർ, MP. മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ഡോക്ടറില്ലേ, അവന്റെ പേരിന്റെ കാര്യ. ഇയാള് കൊറേ നേരമായി തുടങ്ങിയിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം? പശു അധികം പതി, പശുപതി. പശു അധികം പതി. ശരിയാ, പശുവിന്റെ പതി. കാള. അതല്ലടാ, പിടികിട്ടി. ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. അതും അല്ലടോ, പശു അധികം മതിന്ന്. അവന് പശുവിനെ മതിന്ന്. വൃത്തികെട്ടവൻ, വഷളൻ. നീ കേറ്. ബാലൻസ് തെറ്റുന്നു, ബാലൻസ് തെറ്റുന്നു. സൂക്ഷിച്ചിരിക്കും. എന്തെങ്കിലും പറ്റിയോ? മാറി തടവോ മറ്റോ വേണോ? എന്ത് പറ്റി? മുട്ടിയോ തടവണോ? നാണമല്ലോ നിനക്ക്? വഴിയ പോണ പെമ്പിള്ളാരെ നെഞ്ചത്തോട് സൈക്കിൾ കയറ്റിട്ട് പിന്നാലെ പറയുന്നു വാ സൈക്കിളിൽ പോം. ഒരു മധ്യസ്ഥൻ കുതികാല് വെട്ടി. എന്തെന്റെ സുഖം കാണിക്കരുത് കേട്ടോ ബാല. പറഞ്ഞതാ കാര്യമായിട്ട് തന്നെയാ. ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പറയണ്ട. നീ എന്ത് ചെയ്യും? എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കിടല്ലേ? അതൊന്നും സാരില്ല. ഞങ്ങൾ ബാല്യം മുതലേ അങ്ങനെ. ഇവിടെയാണ് മുട്ടിയത്. വേദനയുണ്ടോ? എന്തിന്റെ വേദനയാണെന്ന് മനസ്സിലായി. കുമാരി വെക്കോളൂ. താങ്ക് യു. വൈകുന്നേരം കാണാം. ഓ ഏറ്റവും ഞാൻ പോവാൻ പോ. നീക്ക വരുന്നെങ്കിൽ വേണം. പോക്ക് കണ്ട ഹൈവേ ആക്കാൻ പോവാ. റോഡുകളൊക്കെ വളരെ മോശം. അതുകൊണ്ടാണല്ലോ. അയ്യോ, എവിടെ നോക്കിയാടോ മുതുകാളെ വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഓടിച്ചു പഠിക്കുന്നത്. വണ്ടി വരുന്നത് കണ്ടൂടെ? തന്റെ ഒന്ന് മുഖത്ത് കണ്ണില്ലേടോ? തന്റെ മുഖത്ത് കണ്ണല്ലാതെ പിന്നെ കുന്തായിരിക്കണ പറയുന്നുടോ. താനൊക്കെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ വായു കിടന്ന് വണ്ടിയുടെ നെഞ്ചോട്ട് കേട്ടിട്ട് ഒരുമാതിരി കളിയാക്കുന്നോടാ. പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങളുടെ സൈക്കിളിന്റെ കാശ് താടോ. അയാളുടെ മുടിഞ്ഞ ഒരു തൂവാല കേടോ. നമ്മളെ സൈക്കിളിന്റെ കാശ് തരണം. സൗകര്യമില്ല. ഇല്ലെങ്കിൽ മൂട്ട വണ്ടി ഞങ്ങൾ തട്ടി പൊട്ടിക്കും. വണ്ടിയിൽ കൈയ്യടാ തെണ്ടികളെ. നാളെ രാവിലെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ വടിക്കും. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വെക്കും. ദയവേത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം പ്ലീസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരുകൂട്ടരും തൂങ്ങും. ഇത് സിവിലാ അല്ലെ ക്രിമിനലാ? പ്രസിഡന്റ് പോണം. പ്രസിഡന്റ് പിരിഞ്ഞു പോകണം പ്ലീസ്. ഞാൻ പറയുന്നു മാറ്റോ. വണ്ടി എടുത്ത പ്രസിഡന്റ് രാജിവെക്കുക. എന്ത് പറ്റാൻ ഇതിനപ്പുറം? വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ പോക്കണം കൊണ്ട് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. സാർ, കോട്ടൂരാൻ വരട്ടെ. കോട്ടൂരാനോ? ഏത് കോട്ടൂരാൻ? അയാൾ വന്നിട്ട് എന്താ കാര്യം? അല്ല, സാറിന്റെ കോട്ട് ഊരാൻ വരട്ടെ എന്ന് പറയായിരുന്നു. എന്നാ പിന്നെ തെളിച്ചു പറഞ്ഞൂടെ? എന്ത് കഷ്ടം നോക്കണേ. ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ ഡോക്ടറെ? അധൈര്യത്തിന്റെ പ്രശ്നമല്ല പ്രസിഡന്റ്. മാഡം 5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് വെറ്ററിനറി ബിരുദമെടുത്തത് ഈ പോക്കണങ്കോടുള്ള തോന്നിവാസികളുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല. ക്ഷമിക്കൂ ഡോക്ടറെ. മാഡം, 5 വർഷം ഞാൻ മലയായിൽ ജോലി ചെയ്തിരുന്നു. ജോഹോർ, പെറാക്, കെഡ, കലന്താർ, നിഗ്രി, സെമ്പിലാൻ, പഹാങ്. അവിടെ ഒന്നില്ലാത്ത പ്രശ്നം ഇവിടെ മാത്രം. അതല്ല സാർ. ഷട്ട് അപ്പ്, സ്റ്റുപ്പിഡ്. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത്. വയ്യ, എനിക്ക് വയ്യ. ഞാൻ ഇന്ത്യ വിടുകയാണ്. പണ്ടെങ്ങാണ്ടോ ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ? പക്ഷെ എനിക്ക് പണിയുണ്ട്. ഫ്രാൻസിൽ എന്താ ഉണ്ടായത്? വോൾട്ടയർ, മോണ്ടോസ്ക്യൂ, റൂസോ അവരെഴുതി. വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന്. മാർക്സ് പലതും എഴുതി. അതിൽ നല്ലതാണ് എടുക്കേണ്ടത്, ചീത്തയല്ല. ക്യാപിറ്റലിസത്തിന് എന്താ കുഴപ്പം? അതിൽ സോഷ്യലിസം ഇല്ലേ? സോഷ്യലിസത്തിന് എന്താ കുഴപ്പം? അതിൽ ക്യാപിറ്റലിസം ഇല്ലേ? ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും മാർക്സിസം ഇല്ലേ? അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പൊട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? സോറി അമ്മൂട്ടി, യു ആർ എഡ്യൂക്കേറ്റഡ്. താങ്ക് യു. ഡോക്ടർ പശുപതി, ഇന്നത്തോടെ അവരുടെ ഗുണ്ടായുസം ഞാൻ അവസാനിപ്പിച്ചോളാം. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഓട്ടെ മുട്ടി, ഓട്ടോ. എന്റെ ഈശ്വര,
ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പം പ്രസിഡന്റ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്നേ അല്ലേ ബാല? പിന്നല്ലാതെ അയാള് പന്തയത്തിൽ തോക്കും, മീശ വയ്ക്കേണ്ടിയും വരും. ഒരു ഐഡിയ. എന്താ എന്താ എന്താ? ഈ ഭരണകക്ഷിയില് പ്രതിപക്ഷം കൂടി ലയിച്ചാൽ എന്താ? അല്ലെങ്കിൽ എന്തിനാ ലയിക്കുന്നത്? മക്കളെ, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഉത്തരത്തിന്മേൽ ഒരു ശാപം കാണാം. എന്റെ അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ. ഏ നേതാവേ, നേതാവിനെ ഞങ്ങൾ ആക്കും. നേതാവേ, നേതാവ് തളരരുത്. ധൈര്യമാണ് വേണ്ടത്. എന്നെ കണ്ട് പഠിക്കൂ. ശേഷിയും ശേമുഷുള്ള ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട്. നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈകിളിയേ. ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്, ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്. ബൂർഷ്വാകളെ. അമ്മു, ഉഷയോട് എന്നെ കാണണമെന്ന് പറഞ്ഞ ചന്ദ്ര. പപ്പേട്ട, എന്താ അമ്മു? ഇങ്ങനെ കരയാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛനായാലും ശരി പപ്പേട്ടനായാലും ശരി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം. ഇതിന്റെ ഇടയിൽ ഞാൻ അതിനിപ്പോ എന്താ പറ്റിയത്? വീട്ടില് വേറെന്തൊക്കെ ആലോചനകളുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരെ വെറുക്കേണ്ടത്? പപ്പേട്ടന് അച്ഛനോടൊന്ന് വന്ന് ചോദിച്ചൂടെ? ചോദിച്ചു വെറുതെ നാണങ്ങട വയ്യ അമ്മു. ഒന്ന് തോറ്റു കൊടുത്തൂടെ പപ്പേട്ട, നമുക്ക് വേണ്ടി? ശരി, ഞാൻ അമ്മാവനോട് സംസാരിക്കാം. പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കും. നീ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരണം. വരില്ലേ? നീ വരില്ലേ അമ്മു? എടി അമ്മോ, വഴിനിലുള്ള കളിയും ചിരിയൊന്നും നിന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലടി. അതിനെങ്ങനെയാ? അവൻ പെണ്ണിന്റെ പറയുന്ന മാറിയിട്ട് വേണ്ടേ? വാല് പോലെ ചുറ്റി നടക്കല്ലേ? തുറച്ചു നോക്കാതട നീ. വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന നിന്റെ മുത്തശ്ശ നോക്കിട്ട് ഞാൻ വരച്ചിട്ടില്ല. പിന്നെ കാന്താരിയോളം പോന്ന നീ പോടാ അവിടുന്ന്. മുത്തശ്ശി എന്താടി? വാടിയുടെ എല്ലാം നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ അഹങ്കാരി അമ്പടി കേമി. കൂട്ടും കൂടി നാട് മുഴുവൻ തെണ്ടി കിടക്കുന്ന തെമ്മാടി കണ്ടുപോകരുത് നിന്നെ അവന്റെ കൂടെ. ഈ പടിക്ക് പുറത്ത് പോകണ്ട നീ. ഇനി നിന്നെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം.
ഭൂതത്തിന് പിടിച്ചു കൊടുത്താലും വേണ്ടില്ല, ആ ശപ്പിന് കൊടുക്കാണ്ടിരുന്നാ മതി. അമ്മു ആ നിനക്കെന്താ വേണ്ടത്? അമ്മാവാ കഴിഞ്ഞതൊക്കെ ആ മറക്കണം. മറന്നിട്ടെ. എന്റെ അമ്മുവിന്റെയും ആ കാര്യം വേണ്ട വേണ്ട, അങ്ങനെ ചേർത്തൊന്നും പറയണ്ട. നീ വേറെ, അമ്മു വേറെ. അമ്മുവിനെ എനിക്ക് ഇഷ്ടമാണ്. അമ്മു ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുകയില്ലാന്ന്. എന്നാൽ അമ്മുവിനത് പറ്റും. കാരണം അവള് നിന്നെ പോലെ ചൊല്ലും വിളിയില്ലാതെ വളർന്നവളല്ല. അമ്മു എന്റെ പെണ്ണാണ്. അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചോ? അവളെ എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. അവള് ഞാൻ വിളിച്ച ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിലോ? എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്ക്, വിളിച്ചു നോക്കടാ. അമ്മു പപ്പേട്ടൻ പപ്പേട്ടൻ ഇപ്പൊ പൊയ്ക്കോളൂ. അമ്മു ഞാനാ പറയുന്നേ, പപ്പേട്ടൻ പോവൂ. ഇപ്പഴോ? അച്ഛാ ശരി പൊടി, ഇതിൽ പൊടിയാത്ത. വാടി ഇവിടെ. ഇവിടെ ഇങ്ങോട്ട് പോയി. അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? എന്നാലേ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ലാന്ന് നീ പോയി പറഞ്ഞിടണം നിന്റെ മുത്തശ്ശനോട്. എടാ, പ്രസിഡന്റിനോട് കളിക്കാൻ നീ ഒന്നും ആളായിട്ടില്ല. ആ എരപ്പകളോട് പോയി പറഞ്ഞേക്ക്. ശിവക്ഷം. ഇത്ര പാകതയില്ലാതായി പോയല്ലോ എന്റെ പപ്പ. രാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നോക്കുക. നാണമില്ലല്ലോടാ നിനക്ക്. നിർത്തിനുണ്ട് പെണ്ണുങ്ങളെ. വീട്ടിന് പുറകെ കൂടെ പതുങ്ങിച്ചെന്ന് നമ്മളെ വിളിച്ചോന്നും അല്ലല്ലോ. തന്തയും തള്ളി നോക്കി നിൽക്കുമ്പോഴല്ലേ ഒരു വലിയ അപരാധം. അയ്യേ, ഇങ്ങനെ ഒരു മുത്തശ്ശൻ. നീ പോട്ടെ, എന്റെ തനി ഗുണം വരും കേട്ടോ. അച്ഛൻ അവന്റെ സൈഡൊന്നും പിടിക്കണ്ട. എന്തോന്ന് സൈഡ്? ഇതുപോലല്ലേ എന്റെ മുമ്പ് ഒരു നട്ട പാതിരാക്കി നിന്റെ തന്തയുടെ മുമ്പിൽ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. അന്ന് ഞാൻ ശരിയോടൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ ഒരു ചെറിയ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഇന്ന് ഈ ഭൂമിയിൽ കാണുമായിരുന്നോടി. ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ മോനെ, പപ്പ നീ പേടിക്കാതെടാ. ഈ മുത്തച്ഛൻ നിന്റെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരി, ധൈര്യമായിട്ടിരി. ഉഷയ്ക്ക് ഇങ്ങനൊരു അനുഭവം വന്നാ നാത്തൂന് തെണ്ണം സഹിക്കൂ? പ്രായമായ പെണ്ണല്ലേ അവള്. പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടപ്പോ അച്ഛനങ്ങ് ദേഷ്യം വന്നു. പ്രസിഡന്റിന്റെ സ്വഭാവമല്ലേ. പിന്നെ അവൻ വന്ന് ചോദിച്ച രീതിയും പിടിച്ചില്ല. അമ്മുന്റെയും പപ്പന്റെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി. നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ. നമ്മൾ പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ? എല്ലാം അവിടെയല്ലേ തീരുമാനം. തള്ള ചൊല്ലാവാവല് തലകിഴുക്കാൻ പാട്. ഇവിടെ ഒരുത്തരുള്ളത് അമ്മാവൻ തന്തയാണെന്ന് പറഞ്ഞു കൊടുക്കാറുന്നില്ലേ നിനക്ക് അവനോട്? അച്ഛന്റെ മുഖം പോലും കാണാതെ വളർന്നതല്ലേ ഏട്ടാ. എന്റെ ലാളനെയും ശാസനയും ഒക്കെ എത്രത്തോളമാണെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഏട്ടനെ അവനെ മനസ്സുകൊണ്ട് വെറുക്കരുത്. അവനോട് പൊറുക്കണം. അവന്റെ മനസ്സ് നൊന്താ കരയാനല്ലാതെ എനിക്കെന്താ കഴിയ? എന്റെ പിള്ളവരലെ പിടിച്ച് പള്ളിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസരം കാണിച്ചോണ്ട് വന്നാ പിന്നെ ഞാനെന്താ ചെയ്യാ? അമ്മുവിന്റെ കാര്യം ആ ആലോചിക്കണം. അവള് പഠിക്കല്ലേ. ആദ്യം അവൻ എന്തെങ്കിലും ഒരു ജോലി ആവട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു പദവി വേണം. സമയമാകുമ്പോ വേണ്ടത് ചെയ്യാം. അതുവരെ കളിയും ചിരിയൊന്നും വേണ്ട. വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. പപ്പ ആ എവിടൊക്കെ തപ്പി നിന്നെ? നീ നാളെ പോവാ? അതെ, രാവിലെ. നാളപ്പം പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. ആരാടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ? തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അയാൾ വിചാരിച്ച ജോലി കിട്ടുമോ? എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ. അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് നാളായി ചെല്ലാൻ പറഞ്ഞ് കത്തയക്കുന്നു. പപ്പം പോയാ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും. അതെന്താ? നിന്റെ ബലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത്. നീ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും. പാവം ആ അമ്മുവിന്റെ കാര്യവും കഷ്ടത്തിലാവും. എല്ലാം എനിക്കറിയാൻ പാല. ഒരു പദവി ഇല്ലാത്തല്ലേ പപ്പന്റെ കുറവ്. ഞാൻ വരും എല്ലാ കണക്കുകളും തീർക്കാൻ. നീ ധൈര്യമായിട്ട് പോ. എല്ലാം നേരെയാവുമെന്ന് നമുക്ക് കലക്കാവടാ. ഈശ്വരാ, സമയം പോയി. എവിടേക്ക് എത്ര ധൃതിയില്? UDC ഓഫീസിൽ നിന്ന് ഇറങ്ങാറായി. വേഗം പോട്ടെ, ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ ലൈൻ അടിച്ചോണ്ട് പൊക്കളയും. ഇവന്റെ ഒരു കാര്യം. നന്നായി വരും മക്കളെ.
നടക്ക